ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ രവിയുടെ രോഗാവസ്ഥ പറഞ്ഞിരുന്നു. പക്ഷെ അതിലൊരു ചെറിയൊരു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതേ ജാതകത്തിലും രവി നിന്ന് കഴിഞ്ഞാലുള്ള ഇത് ആചാര്യം പറഞ്ഞിട്ടുണ്ട്. ജാതകത്തിലും ഈ ഭാവങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പക്ഷേ അവിടെ സാധാരണ മറ്റ് ശുഭഗ്രഹങ്ങളുടെ ആയ വ്യാഴത്തിൻ്റെ ഒക്കെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അതിന് കുറച്ചൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകും. ചികിത്സിച്ചാൽ മാറാൻ പറ്റുന്ന രീതിയിലാണ്. ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ചന്ദ്രൻ ദുസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ, ഞാൻ രവിൻ്റെ ഓരോ മാർക്കിട്ട് കാണിച്ചിരുന്നു. അതേപോലെ തന്നെ ഇത് ജാതകത്തിൽ സംഭവിച്ചാലും അതായത് നമ്മുടെ ഗ്രഹനിലയിലായാലും ഇത് ചാരവശാലും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാരവശാലിൻ്റെ രവിയുടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാരഫലത്തിൻ്റെയും കൂടി പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ജാതകത്തിലും കൂടി ആചാര്യൻ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധ്യത ഉണ്ടാകാം എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ അതിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ അത് എടുത്ത് പറഞ്ഞത്. കാരണം വെച്ചാൽ നിങ്ങൾ വീണ്ടും ചാരവശാൽ വരുന്നതിൻ്റെ കൂടി ഉള്ളൊരു കാര്യം ചിന്തിക്കുമല്ലോ. അപ്പോൾ ഗ്രഹനിലയിലും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിന്ന് തമ്പുരായിൽ കണ്ട പോലെ രാശിചക്രത്തിലെ ചന്ദ്രൻ ദുസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ രോഗാവസ്ഥകളാണ് സാധ്യത ആചാര്യൻ പറയണത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചെയ്യാം. ചില ആൾക്കാർ വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് ചെയ്യാൻ മറക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ വളരെ എന്താ പറയുക, സാധാരണ ഒരു യൂട്യൂബ് ചാനലാണ്, സെലിബ്രിറ്റിയുടെ ചാനലൊന്നുമല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ഇതേപോലെ വീഡിയോസ് നിങ്ങൾക്ക് പകർന്ന് തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ തമ്പലയിൽ കണ്ട പോലെ ചന്ദ്രൻ ഓരോ ദുസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാലുള്ള ആചാര്യൻ ഏതൊക്കെ രോഗാവസ്ഥ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഉദാഹരണത്തിന് ഇടവൽ ലഗ്നത്തിൻ്റെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉദാഹരണമായിട്ട്. ഇന്ന് നമ്മൾ ഒരു ഉദാഹരണം എടുക്കുന്നത് ഈ വൃശ്ചിക ലഗ്നം. ആ വൃശ്ചിക ലഗ്നത്തെ അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു, മേടം മുതൽ 12 രാശികൾ, ലഗ്നം മുതൽ 12 ഭാവങ്ങൾ. ഈ ലഗ്നം മുതലാണ് നമ്മുടെ ജീവിത യാത്രാനുകളെല്ലാം ചിന്തിക്കുന്നത്. ആ ലഗ്നത്തിന്റെ ദുസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുമ്പോൾ, ചന്ദ്രൻ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, ചന്ദ്രൻ ലഗ്നത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ കീർത്തിയാണ്, പ്രശസ്തിയാണ് പറഞ്ഞത്. പക്ഷേ രവി ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിലൊക്കെ ഞാൻ പറഞ്ഞു ചാരവശാലും ഇത് സംഭവിക്കാം. നിങ്ങളുടെ ഗ്രഹനിലയിലും ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലഗ്നത്തിൻ്റെ 2ലൂടെ സഞ്ചരിക്കുമ്പോൾ, ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ, അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ ഇവിടെ ഞാൻ നമ്പർ ഇട്ട് കാണിച്ചാൽ 1, 2, 5, 6, നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന വെച്ചാൽ ഓരോ ഭാവങ്ങളിലാണ് പെട്ടെന്ന് നിങ്ങൾക്ക് രാശിയൊക്കെ എണ്ണിപ്പിടിച്ച് വരുമ്പോൾ സമയമാകുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോ ഭാവങ്ങളിലേക്ക് മാർക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ 4ാം ഭാവത്തിലൂടെ നിൽക്കും, 4ാം ഭാവത്തിലൂടെ, അതേപോലെ തന്നെ 5ാം ഭാവത്തിലൂടെ, 4ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുക, 5ൽ ചന്ദ്രൻ നിൽക്കുക, 8ൽ ചന്ദ്രൻ നിൽക്കുക, 9ൽ ചന്ദ്രൻ നിൽക്കുക, 12ൽ ചന്ദ്രൻ നിൽക്കുക. ഈ 12ലൊക്കെ ചന്ദ്രൻ വരികയാണെങ്കിൽ ഈ ഒന്ന് പറയുന്നുണ്ട് വളരെ ഈ 12ാം ഭാവത്തിൽ അപ്പോൾ ഇതാണ് ഞാൻ മാർക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 1, 2, 3, 4, 5, അതായത് 8, 9, 12, 5, 2 ഇത്രയും ഭാവങ്ങൾ രവി നിന്ന് കഴിഞ്ഞാൽ 8ാം ഭാവം, 9ാം ഭാവം, 12ാം ഭാവം, 5ാം ഭാവം, 2ാം ഭാവം, ഈ രാശികളിലൊക്കെ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിലും ജനിച്ച ഗ്രഹനിലയിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ
എന്ത് രോഗാവസ്ഥ ഇവിടെ 4-ാം ഭാഗം ഇങ്ങനെ രോഗാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയാണ് പറയുന്നത്. അപ്പോൾ ചാരവശാൽ വരുന്ന കാലഘട്ടം ലഗ്നാൽ ചാരവശാൽ നിങ്ങളുടെ 12 രാശിയിൽ എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാകും. ആ ലഗ്നം മുതൽ ആ ലഗ്നം 1-ാം ഭാവമായിട്ട് കാണാം. അതിൻ്റെ 2, അതിൻ്റെ 5, 12, 9, 8-ാം ഭാവത്തിലൂടെ ആ രാശിയിൽ ചന്ദ്രൻ നിൽക്കുക. ചാരവശാലം വരുന്ന കാലഘട്ടം ഏതൊക്കെ രോഗാവസ്ഥകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ എന്താ പറയുക, ഈ ചന്ദ്രനെ കൊണ്ടുള്ള രോഗം എന്തൊക്കെ രോഗങ്ങളാണ് വരാൻ സാധ്യത കൂടുതൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ചന്ദ്രൻ ഈ ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ചന്ദ്രൻ 2-ൽ നിൽക്കുക, 4-ൽ നിൽക്കുക, 5-ൽ നിൽക്കുക, 8-ൽ നിൽക്കുക, 9-ൽ നിൽക്കുക, 12-ൽ നിൽക്കുക. ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഈ ഉറക്കം അധികം ഉണ്ടാകാം. ഈ ചാരവശാലും ലഗ്നത്തിലും ഉള്ള സമയത്ത് ഉറക്കം അധികമായിട്ടുണ്ടാകാം. അതേപോലെ തന്നെ പ്രവൃത്തികളിൽ അലസത, മന്ദഗതിയിലായിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാ കാര്യത്തിനും ഉത്സാഹക്കുറവുണ്ടാകാം. അതേപോലെ കഫാധിക്യമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാം. കാരണം അതിലുള്ള ആ കഫാധിക്യപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമുക്ക് ആലാട്ടിക്കൊണ്ടിരിക്കാം. അങ്ങനെയുള്ള സാധ്യത ആണ് പറയണത്. നിങ്ങളുടെ ജാതപ്രകാരം ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഈ രോഗാവസ്ഥ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയണത്. അതേപോലെ തന്നെ അതിസാരം ഉണ്ടാകാം. അതായത് കുരുക്കൾ നമ്മുടെ ശരീരപരമായിട്ട് കുരുക്കളൊക്കെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാകാം. അതേപോലെ തന്നെ വിറച്ച പനി, അതായത് നമ്മൾ വിറയലോട് കൂടിയ പനി സാധ്യത കൂടുതൽ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കൊമ്പ് കൊണ്ടുള്ള ജന്തുക്കളുടെ, അതായത് കൊമ്പുള്ള ജന്തുക്കളുടെ നമ്മുടെ ഉപദ്രവം നമുക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ജലസംബന്ധമായിട്ടുള്ള ഒരു ജലജന്തുക്കൾ അല്ലെങ്കിൽ ജലസംബന്ധമായിട്ടുള്ള ജന്തുക്കളുമായിട്ടുള്ള ഒരു ഉപദ്രവം നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അഗ്നിഭയം എന്നാ പറയുന്നത്. അഗ്നിഭയം ഉണ്ടാകും. കാരണം 8-ലൂടെയൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടം ഈ ജാതകത്തിൽ 8-ലൊക്കെ ചന്ദ്രൻ ഉള്ളപ്പം അങ്ങനെ ഒരു സൂചന ചാരവശാലും 8-ൽ വരുന്ന സമയത്തും ജാതകത്തിൽ 8-ൽ വരുന്ന സമയത്തും ഈ ഇങ്ങനെ ഒരു സാധ്യത പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അടിയിൽ വന്നിട്ട് ഇത് എന്താ പറയുക, ഇത് നെഗറ്റീവായിട്ട് ആരും കമൻറ്റ് ഇടാൻ നിൽക്കേണ്ട. ഇത് സാധ്യത ഉണ്ടാകാം. നിങ്ങൾ ഒരാളല്ല, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ചില സമയത്ത് അവർക്കൊക്കെ ചിലപ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകാം. അതൊരു സൂചനയാണ് പറയുന്നത്. അപ്പോൾ ചാരവശാലൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. ദേഹം മെലിഞ്ഞൊരാളാവാം. 8-ലൂടെ 6, 8 8-ലൂടെയും 2-ലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് 4-ലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് 12-ൽ വ്യയമാണ്. 12-ലൊക്കെ ചന്ദ്രൻ ജനിച്ച സമയത്തൊക്കെ 12-ൽ വരികയാണെങ്കിൽ ബാലനിഷ്ഠതകളൊക്കെ കൂടുതൽ സംഭവിക്കുക, അംഗവൈകല്യം വരെ പറയാമെന്നാണ് പറയുന്നത്. അതാണ് ദേഹം മെലിഞ്ഞിരിക്കുക എന്നാണ് പറയുന്നത്. അത് ഭാര്യാത്വക്കം ഉണ്ടാകാം. മഞ്ഞപ്പിത്തം രോഗം ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ മഞ്ഞപ്പിത്തം പരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ശരീരത്തിന് ബലക്കുറവ് ഉണ്ടാകും. അതേപോലെ തന്നെ രക്തദൂഷ്യം, അതായത് സ്ത്രീകൾക്ക് പരമായിട്ട് ബ്ലഡിൻ്റെ കാരകൻ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ ഈ ദുസ്ഥാനകത്തൊക്കെ ചാരവശാലും ജാതകത്തിലുള്ള സമയത്ത് രക്തസംബന്ധമായിട്ട് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് അവർക്ക് ഈ മാസങ്ങളിലൊക്കെ ഉദരസംബന്ധമായിട്ടും അല്ലെങ്കിൽ ആ സമയങ്ങളിൽ അമിതമായ സംബന്ധമായിട്ടുള്ള ഉപദ്രവങ്ങൾ കൂടുതൽ വരാം എന്നാണ്. അതാണ് രക്തദൂഷ നിമിത്തം രോഗം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നും ഭയം ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ ഈ സമയങ്ങളിലൊക്കെ ഈ ചാരവശാലൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഇത് സാധ്യത മാത്രമാണ്. മറ്റ് ഗ്രഹങ്ങളുടെ വ്യാഴത്തിൻ്റെ ഒക്കെ നിയന്ത്രണമൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറേയൊക്കെ ഭംഗം വരും. സാധ്യത ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇത് പ്രശ്നത്തിലൊക്കെ നോക്കുമ്പോൾ, ഒരു കബഡി പ്രശ്നത്തിൽ വെച്ച് നോക്കുമ്പോൾ, എന്തെങ്കിലും കുടുംബപരമായിട്ടൊക്കെ ഒരു പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ, ചന്ദ്രനൊക്കെ ദുസ്ഥാനത്താണെങ്കിൽ ദുർഗാ ഭഗവതിയുടെ കോപം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രശ്നം കുടുംബപരമായിട്ട് പ്രശ്നമൊക്കെ എടുക്കുമ്പോൾ ചന്ദ്രൻ ഇതേപോലെ ദുസ്ഥാനത്തേക്കാണ് ബാധാരാശിയിൽ നിൽക്കുക. ആ ബാധാദീപൻ്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുക. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദുർഗാ ഭഗവതി കുടുംബദേവതയുടെ അല്ലെങ്കിൽ ദുർഗാദേവിയുടെ കോപം ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ധർമ്മദൈവം, ഇതും അതെ, ദുർഗാദേവി ധർമ്മദൈവം കോപം സർപ്പഭയം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റെന്താ പറയുക, അലസത, ഉറക്കമില്ലായ്മ, എന്തിനൊരു ചുറുചുറുപ്പില്ലായ്മ ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഈ രാശികളിൽ 2-ലൂടെയും 2, 4, 5, 8,
9, 12 ചന്ദ്രൻ നിൽക്കുമ്പോൾ ബാക്കി എല്ലാം നല്ലതാണ് പറയുന്നത്. 6 നല്ലത് പറയണു, 7 വലിയ ദോഷം പറയണില്ല, 10 ദോഷം പറയണില്ല, 11 ദോഷം പറയണില്ല, 3-ാം ഭാവത്തിൽ ദോഷം പറയണില്ല, ലഗ്നത്തിലും ദോഷം പറയണില്ല. അപ്പോൾ 1, 2, 3, 4, 5, 6 രാശിക്ക് ദോഷം വലിയ ദോഷം പറയുമ്പോൾ 6 രാശിക്ക് നല്ലത് പറയുന്നുണ്ട്. ഇത് രോഗം വരാനുള്ള സാധ്യത ആണ് പറയുന്നത്. നിങ്ങൾക്ക് രോഗം വരുന്നല്ല, ചാരവശാലൊക്കെ ചന്ദ്രൻ അതേപോലെ വരുന്ന സമയത്ത് ഈ ലഗ്നത്തിൻ്റെ ഞാനൊക്കെ പറഞ്ഞ ലഗ്ന ചാരവശാലും ഈ ദുസ്ഥാനത്ത് വരുന്ന സമയത്തും ഈ ഗ്രഹനിലയിലും ഇങ്ങനെ രോഗാവസ്ഥ ഓരോ ഗ്രഹങ്ങൾക്ക് പറയുന്നുണ്ട്. അടുത്ത നമുക്ക് കുജനെ കൊണ്ടുള്ള രോഗാവസ്ഥ എന്ന് അടുത്ത പാർട്ടിൽ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ രാശിചക്രത്തിലെ 12 രാശിയിലെ ലഗ്നം നിന്ന് 12 രാശിയിൽ 12 ലഗ്നഭാവങ്ങളിൽ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാലുള്ള ഫലം പറഞ്ഞിരുന്നു. ഇനി ഓരോ മേടൻ രാശിയിൽ ഒരു ഗ്രഹം നിൽക്കുക. മേടൻ മുതൽ മീനം വരെയുള്ള രാശികളിൽ ഈ 7 ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം വരുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാം. പുതിയ ഗ്രഹനില വിശകലനമായിട്ട് പുതിയ അറിവുകളുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.